ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. യുഗങ്ങളിലൂടെ ക്രിസ്തു, മൂന്നാം ഭാഗം. ബൈബിൾ ദൈവശാസ്ത്രീയമാണെന്നുള്ളതിൻ്റെ ന്യായങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. 2 തിമോത്തി 3:16 നാം വായിക്കുന്നു, എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാണ് എന്ന്. ദൈവശാസ്ത്രീയം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശ്വാസത്താൽ ഉളവായത് എന്നർത്ഥം. വേദപുസ്തക എഴുത്തുകാർ ദൈവശ്വാസമാകുന്ന പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാണ് ദൈവവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് സാരം. ഈ മഹത് ഗ്രന്ഥത്തിന് ആദ്യോടന്തം വൈരുദ്ധ്യങ്ങളില്ലാതെ പഴയ നിയമം യേശുക്രിസ്തുവിന് നിഴലായും പുതിയ നിയമം അതിൻ്റെ പൊരുളായും നിലകൊള്ളുന്നു. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് ബൈബിളിൽ 2000-ൽ അധികം പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു. ബൈബിളിൻ്റെ അത്ഭുതകരമായ ഉള്ളടക്കം അത് ദൈവവചനമാണെന്ന് തെളിയിക്കുന്നു. കൂടാതെ ബൈബിളിലെ 66 ഗ്രന്ഥങ്ങൾക്കുമുള്ള ആശയപ്പൊരുത്തം അത് ദൈവവചനമാണെന്നുള്ളതിൻ്റെ വ്യക്തമായ ഒരു തെളിവാണ്. നിവൃത്തിയായ പ്രവചനങ്ങൾ വേദപുസ്തകത്തിൻ്റെ ദൈവ നിശ്വസ്തതയ്ക്ക് അനിഷേധ്യമായ തെളിവ് കൂടിയാണ്. പല പ്രവചനങ്ങളും പ്രവാചകന്മാരുടെ കാലശേഷമാണ് നിറവേറിയത്. ആകയാൽ പ്രവചനങ്ങളിൽ യാതൊരു സ്വാധീനവും ചെലുത്തുവാൻ പ്രവാചകന്മാർക്ക് കഴിയുമായിരുന്നില്ല. യഹൂദ ജാതിയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ മാത്രം മതി ബൈബിളിൻ്റെ സത്യസന്ധത തെളിയിക്കുവാൻ. വളരെ സ്വാധീന ശക്തിയുള്ള അനേകം മേധാവികളും ഭരണാധികാരികളും ഈ പുസ്തകത്തെ ഭൂമുഖത്തു നിന്നും തുടച്ചു മാറ്റുവാൻ കഠിന പ്രയത്നം ചെയ്തിട്ടും ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള ഗ്രന്ഥമായി ബൈബിൾ ഇന്നും നിലനിൽക്കുന്നു. അതെ, ദൈവിക സത്യങ്ങൾ മനുഷ്യർക്ക് നൽകുന്നതിൽ വ്യാപരിച്ച ആത്മാവിൻ്റെ വ്യാപാര ശക്തിയാണ് വെളിപ്പാടെന്ന് പറയുന്നത്. വെളിപ്പെടുത്തപ്പെട്ട ദൈവിക സത്യങ്ങൾ അവ തെറ്റുകൂടാതെ മാനുഷിക ഭാഷയിൽ പ്രകാശിപ്പിക്കുവാൻ വേദപുസ്തക എഴുത്തുകാരിൽ വ്യാപരിച്ച ആത്മാവിൻ്റെ വ്യാപാര ശക്തിക്കാണ് ദൈവനിശ്വസ്തത എന്ന് പറയുന്നത്. വേദപുസ്തകത്തിലെ ആഴമേറിയ സത്യങ്ങൾ ഗ്രഹിക്കണമെങ്കിൽ ദൈവാത്മാവിൻ്റെ പ്രകാശനം ഉണ്ടായേ മതിയാവൂ. ആർക്കും വിശ്വസിക്കാവുന്ന ഗ്രന്ഥമാണ് ബൈബിൾ എന്നതും അതിൽ അവാസ്തവമായ ഒരു പ്രസ്താവനയും ഇല്ല എന്നതും ഈ ഗ്രന്ഥത്തിൻ്റെ ദൈവാത്മാ നിശ്വസ്തതയ്ക്ക് തെളിവായിരിക്കുന്നുവെന്ന് ഓർപ്പിച്ചല്ലോ. ഈ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു എന്ന് സങ്കീർത്തനം 119:80 രേഖപ്പെടുത്തിയിരിക്കുന്നു. ബൈബിളിൽ തെറ്റ് കണ്ടുപിടിക്കുവാൻ ശ്രമിച്ചവരെല്ലാം തന്നെ പരാജയം സമ്മതിച്ചു. 1000-ലേറെ വർഷങ്ങൾ കൊണ്ട് 38 എഴുത്തുകാർ 3 ഭൂഖണ്ഡങ്ങളിലിരുന്ന് 2 ഭാഷകളിൽ എഴുതിത്തീർത്ത ഈ പുസ്തകം ഒറ്റ ഗ്രന്ഥമായി സംയോജിക്കപ്പെട്ടിരിക്കുന്നത് എത്ര അത്ഭുതകരമായ നിലയിലാണ് എന്നത് നോക്കുക. അതെ, തെറ്റിക്കൂടാത്ത പ്രവചനങ്ങൾ ദൈവവചനത്തിൻ്റെ സത്യസന്ധതയ്ക്ക് നല്ല തെളിവാണ്. അതിന് ഉദാഹരണമാണ് ഇതിൽ യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന നിലയിലും അതോടൊപ്പം ആ സമയത്തും സ്ഥലത്തും തന്നെ കൃത്യമായി സംഭവിച്ചു കാണുന്നത്. കൂടാതെ 1 കൊരിന്ത്യർ 15:3 തിരുവെഴുത്തിൻ പ്രകാരം ക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള പ്രസ്താവനകൾ വളരെ ശ്രദ്ധേയമാണ്. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ച് നോക്കുവിൻ എന്നാണ് യെശയ്യാവ് വിളിച്ചു പറയുന്നത്. 34:16 അവയിൽ ഒന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയുമില്ല. ദൈവത്തിൻ്റെ വായല്ലോ കൽപ്പിച്ചത്, ദൈവത്തിൻ്റെ ആത്മാവത്രേ അവയെ കൂട്ടി വരുത്തിയത്. അതെ, ഒരു സനാതന ഗ്രന്ഥം. ഈ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു എന്ന് എബ്രായർ 4:12. ഈ ദൈവവചനവുമായി മുന്നോട്ട് കടക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.